നമസ്കാരം. മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനോട് ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? പണി പോകുമല്ലേ? മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആവശ്യം പരസ്യമായി ധിക്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പഠിപ്പീര് പണിയും ഇപ്പോൾ തെറിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് CPM തലത്തിൽ കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൽ നടക്കുന്ന അടുത്ത പുനഃസംഘടനയിൽ വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി പദവി നഷ്ടമാകുമെന്നാണ് വിവരം. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പിണക്കിക്കൊണ്ട് +2 സീറ്റ് പ്രതിസന്ധിക്ക് കാരണക്കാരനായത് വി ശിവൻകുട്ടിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു. CPMമായി തെറ്റു നിൽക്കുന്ന മുസ്ലിം സമുദായാംഗങ്ങളെ ശിവൻകുട്ടി കൂടുതൽ വെറുപ്പിച്ചു എന്ന നിഗമനത്തിലാണ് പാർട്ടി എത്തി നിൽക്കുന്നത്. ലീഗിന്റെ കക്ഷത്ത് തലവച്ചു കൊടുത്തതുപോലെയാണ് വിദ്യാഭ്യാസ മന്ത്രി പെരുമാറിയതെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. പിണറായി വിജയന് മേനി നഷ്ടമായതുകൊണ്ട് മാത്രമാണ് മന്ത്രി റിയാസ് പ്രതികരിക്കാതിരുന്നത്. 1.5 പതിറ്റാണ്ടിലധികമായി മലബാർ ജില്ലകൾ അഭിമുഖീകരിക്കുന്ന വലിയ വിദ്യാഭ്യാസ പ്രതിസന്ധിയാണ് +1 സീറ്റുകളുടെ അപര്യാപ്തത. ഈ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായത്ര പുതിയ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണമെന്ന മലബാറുകാരുടെ ആവശ്യത്തിനും 1.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആവശ്യത്തിന് അഡീഷണൽ ബാച്ചുകൾ എന്ന ശാശ്വത പ്രശ്ന പരിഹാരം മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കാത്തതിൽ ഈ വർഷവും മലബാറിലെ രൂക്ഷമായ +1 സീറ്റ് പ്രതിസന്ധി തുടരുകയാണ്. കഴിഞ്ഞ ഓരോ വർഷവും 10ാം ക്ലാസ് വിജയിക്കുന്ന 1/2 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മലബാർ ജില്ലകളിൽ +1 സീറ്റില്ലാതെ ഉപരിപഠന പ്രതിസന്ധി നേരിടുന്നത്. കേരളത്തിൽ +1 ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ മലബാറിന് പുറത്തുള്ള ജില്ലകൾ ഈ പ്രതിസന്ധി ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടില്ല. കുറച്ചു വർഷങ്ങളായി ചില തെക്കൻ ജില്ലകളിൽ 10ാം ക്ലാസ് വിജയിച്ചവരെക്കാൾ +1 സീറ്റുകൾ ഉള്ളതിനാൽ ബാച്ചുകളടക്കം കുട്ടികളില്ലാതെ കാലിയായി കിടക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് മലബാറിൽ 1/2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ ഓരോ വർഷവും പുറത്തു നിൽക്കുന്ന അവസ്ഥ തുടരുന്നത്. ഇക്കാര്യം നന്നായി അറിയാമായിരുന്നിട്ടും മന്ത്രി വി ശിവൻകുട്ടി അവസരത്തിനൊത്ത് ഉയർന്നില്ലെന്നാണ് ആക്ഷേപം. ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ പോലും ശിവൻകുട്ടി മനസ്സിരുത്തി വായിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി. ഈ വർഷം മലബാറിലെ 6 ജില്ലകളിലായി 10ാം ക്ലാസ് വിജയിച്ച 41,000 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി അനുവദിച്ച താൽക്കാലിക ബാച്ചും 30% വരെയുള്ള സീറ്റ് വർധനയും പരിഗണിച്ച ശേഷമാണ് ഈ കുറവ്. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ +1 സീറ്റുകൾ ഈ വർഷവും ഒഴിഞ്ഞു കിടക്കുകയുമാണ്. 79,730 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് വിജയിച്ച മലപ്പുറം ജില്ലയിൽ 30% സീറ്റ് വർധനയ്ക്ക് ശേഷവും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിലവിലെ സീറ്റ് 59,690 ആണ്. അതായത് മലപ്പുറത്ത് മാത്രം 20,040 സീറ്റുകളുടെ കുറവുണ്ട്. ഇങ്ങനെ പാലക്കാട് 79,079 സീറ്റുകളുടെയും കോഴിക്കോട് 5,321 സീറ്റുകളുടെയും കാസർഗോഡ് 4,068 സീറ്റുകളുടെയും കുറവുണ്ട്. മലബാറിൽ ആകെ 41,230 സീറ്റുകളുടെ കുറവ്. CBSE ICSE ഫലം കൂടി വന്നതോടെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പതിവ് പോലെ 1/2 ലക്ഷത്തിന് മുകളിലെത്തി. 10ാം ക്ലാസ്സിന് ശേഷമുള്ള മറ്റ് ഉപരിപഠന സാധ്യതകളായ VHSE, പോളിടെക്നിക്, ITI മേഖലകളിൽ ആകെ 25,150 സീറ്റുകൾ മാത്രമാണ് മലബാർ മേഖലയിലുള്ളത്. ഈ രംഗത്തും സ്ഥാപനങ്ങളും കോഴ്സുകളും കൂടുതലുള്ളത് മലബാറിന് പുറത്താണ്. ആകെയുള്ള 72,641 സീറ്റുകളിൽ 47,491 സീറ്റും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിലാണ്. മലബാറിലെ ഈ പ്രതിസന്ധിയും സ്ഥിതിവിവര കണക്കുകളും സംസ്ഥാന സർക്കാരിന് മുന്നിൽ മലബാറിലെ വ്യത്യസ്ത സംഘടനകൾ ഉയർത്തിയതാണ്. പക്ഷേ പ്രശ്നപരിഹാരമായ പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം മാർജിനൽ സീറ്റ് 30% വരെ വർദ്ധിപ്പിക്കുന്ന വിചിത്ര നിലപാടാണ് കുറച്ചു വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇതുവഴി 50 പേർ പഠിപ്പിക്കേണ്ട ഒരു +1 ക്ലാസ്സിൽ 65-ന് മുകളിൽ കുട്ടികൾ ഇരിക്കേണ്ട അവസ്ഥയാണ് വർഷങ്ങളായി മലബാറിൽ ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ നിശ്ചയിച്ച ലെബ്ബ കമ്മീഷൻ ഒരു +1 ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികൾ മാത്രമേ ആകാവൂ എന്ന് നിർദ്ദേശിച്ചതാണ്. അന്നത്തെ സർക്കാർ അത് പരമാവധി 50 വരെ ആകാമെന്ന് നിജപ്പെടുത്തുകയായിരുന്നു. അതിനെയും അവഗണിച്ചാണ് മലബാർ ജില്ലകളിൽ 65-ന് മുകളിൽ വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ തിക്കിഞ്ഞെരുക്കി ഇരുത്തുന്നത്. ഇതുമൂലം ഒട്ടേറെ അക്കാദമിക പ്രശ്നങ്ങളാണ് മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഫലമെടുത്ത് പരിശോധിച്ചാൽ ഫുൾ A+ നേടുന്നതിൽ സംസ്ഥാന ശരാശരിയേക്കാൾ പുറകിൽ നിൽക്കുന്ന 6 ജില്ലകളിൽ 4 മലബാറിലെ ജില്ലകളാണെന്ന് കാണാം. 100% വിജയം നേടുന്ന സ്കൂളുകളുടെ എണ്ണത്തിലും ഈ പ്രശ്നത്തിന്റെ പ്രതിഫലനം കാണാം. മലബാർ ജില്ലകളിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന 1.50 എന്ന അനുപാതത്തിൽ +1 ക്ലാസുകൾ വരുന്ന വിധത്തിൽ പുതിയ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുക മാത്രമാണ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം.
നിലവിലെ സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയം പഠിച്ച് പരിഹാരം സമർപ്പിക്കുവാൻ നിശ്ചയിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ കാർത്തികേയൻ നായർ അധ്യക്ഷനായ കമ്മിറ്റി. ആ കമ്മിറ്റി പഠനം നടത്തിയ ശേഷം കഴിഞ്ഞ വർഷം പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം. നിലവിൽ തെക്കൻ ജില്ലകളിൽ കുട്ടികളില്ലാത്തതും വിദ്യാർത്ഥികൾ കുറവുള്ളതുമായ ബാച്ചുകൾ ക്ലബ് ചെയ്ത് അവശേഷിക്കുന്നവ മലബാർ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യമുയർന്നു. ഇത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത പോലും ഉണ്ടാക്കാതെ എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യവുമാണ്. അതുപോലെ VHSE, പോളിടെക്നിക്, ITI മേഖലകളിൽ പുതിയ ബാച്ചുകൾ മലബാറിൽ അനുവദിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ സർക്കാർ എന്താണ് ചെയ്തത്? കാർത്തികേയൻ നായർ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ മറ്റൊരു സമിതിയെ നിശ്ചയിച്ചു. എവിടെയെല്ലാം അധിക ബാച്ച് അനുവദിക്കണമെന്ന് സമിതി പരിശോധിക്കും. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം RRDയുമാണ് സമിതി അംഗങ്ങൾ. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് സീറ്റ് പ്രതിസന്ധികൾ ഉള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോൾ വൈകിപ്പോയി. മലപ്പുറത്ത് മാത്രം 7054 സീറ്റിന്റെ കുറവുണ്ട്. പാലക്കാട് 1757, കാസർഗോഡ് 250 സീറ്റും കുറവെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ 1757 സീറ്റുകളുടെ കുറവുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റോടെ ഇതിന് പരിഹാരം കണ്ടെത്തും. നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കും. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ വാക്ക് പഴയ ചാക്ക് പോലെയായി. +1 പ്രവേശന നടപടികൾ ചളമായതിലല്ല പാർട്ടിക്ക് സങ്കടം. മന്ത്രി ശിവൻകുട്ടി ന്യൂനപക്ഷങ്ങളെ പിണക്കിയതിലാണ്. ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയതിൽ എതിർപ്പുള്ള CPM നേതാക്കൾ നിരവധിയാണ്. മന്ത്രി ബിന്ദുവിന് നൽകിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യാതൊരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. പൊതുവിദ്യാഭ്യാസം കുളമായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശിവൻകുട്ടിയിൽ തന്നെ ചാർത്തുകയാണ് CPM നേതൃത്വം. തലമുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്താതെ ശിവൻകുട്ടി പെരുമാറുന്നു എന്ന ആരോപണവും ശക്തമാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് സംബന്ധിച്ച് പലവട്ടം ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയെങ്കിലും അദ്ദേഹം അനുസരിച്ചില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ശിവൻകുട്ടിക്ക് വിനയായി. മന്ത്രി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ്. ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകരുതെന്ന് എല്ലാവരും പിണറായിയെ ഉപദേശിച്ചിരുന്നു. തൊഴിൽ വകുപ്പ് തന്നെ ശിവൻകുട്ടിക്ക് ധാരാളമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പിണറായിക്ക് അനുഭവപ്പെട്ട അഹങ്കാരത്തിന്റെ ഫലമാണ് ശിവൻകുട്ടിക്ക് ലഭിച്ച വിദ്യാഭ്യാസ മന്ത്രി പദവി. അന്ന് പിണറായിക്ക് സ്നേഹധനനായ ശിവൻകുട്ടിയാണ് മരുമകൻ മന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പാരയായി മാറിയിരിക്കുന്നത്. +1 വിവാദം CPMനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിക്ക് മാത്രമായി +1 വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ CPMും സർക്കാരും ആണയിട്ട് പറയുന്നത് എല്ലാം ശിവൻകുട്ടി അറിഞ്ഞിട്ടാണെന്നാണ്. +1 വിഷയത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ നാണക്കേട് മുഴുവൻ സർക്കാരിന്റെ തലയിലിരിക്കും. ഇതിനു മുമ്പും ശിവൻകുട്ടിക്ക് പണി കൊടുക്കാനാണ് പിണറായി കുടുംബത്തിന്റെ തീരുമാനം. നന്ദി.